ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു കിഴങ്ങ് കൊണ്ട് ഉരുളൻകിഴങ്ങ് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടേ. ഒരെണ്ണം 4ആയിട്ട് കണ്ടിച്ച്, 2ആയിട്ട് പുളർന്ന് അതുപോലെ ഇതുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിഴങ്ങ് വേവും ചെയ്യും, നമുക്കതിൻ്റെ തൊലി ഇളക്കാനും എളുപ്പമേ. അങ്ങനെ ഒരു 3 കിഴങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. നമ്മളെ കിഴങ്ങിൻ്റെ തൊലിയെല്ലാം എടുത്ത് ഇത് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കേ. നല്ലതുപോലെ പൊടിയണം. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ. വെള്ളം ഒന്ന് ഇളം ചൂടാക്കിയെടുക്കാം. നമ്മുടെ കിഴങ്ങെല്ലാം നല്ല പൊടിച്ചിട്ടുണ്ടേ. നല്ല പൊടിച്ചല്ല, നല്ല പേസ്റ്റ് പോലായി. ഇനി ഇതിനകത്ത് ഒരു മുട്ട, ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല വേസ്റ്റ് ആക്കണേ. ഇതെല്ലാം കൂടെ രണ്ടും കൂടെ നല്ല രീതിയിൽ ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതിനകത്തോട്ട് ഈ ചൂടുവെള്ളമില്ലേ, ഇളം ചൂടുവെള്ളം അതൊഴിച്ചു കൊടുക്കുക. കുറച്ചൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യാൻ, കട്ടയൊന്നും കാണല്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലേ, കുറച്ചേറെ നല്ല ഫ്രഷ് മല്ലിയിലേ. പിന്നെ ഇത് പച്ചമുളക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഇടുക. ഇത് വലിയൊരു പച്ചമുളകേ, കുഞ്ഞായിട്ടരിഞ്ഞത്. ഇതിനകത്തൊരു നുള്ള് കുരുമുളക് പൊടി, ഇനി ഇതിനകത്ത് ഇത് ഗോതമ്പ് മാവാണേ. ഇതിനകത്ത് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടേ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി കൈ വെച്ച് തന്നെ എടുത്തേ കുഴയ്ക്കാം. എല്ലാം നല്ല മിക്സ് ചെയ്യാം, നല്ലതുപോലെ കുഴച്ച് വെക്കാം. നമ്മുടെ മാവും കിഴങ്ങും എല്ലാം നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഇച്ചിരി ലൂസായിട്ടേ കുഴച്ചെടുക്കാവുള്ളൂ, കട്ടിയായിട്ടിരിക്കരുത്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കുക. ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. 30-35 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. കവർ ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കാം. നമ്മുടെ ഈ മാവ് കൂട്ടിയിട്ടിരിക്കട്ടെ. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ മാവ് നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് ഞാനൊരല്പം കയ്യിലൊന്ന് എണ്ണയൊന്ന് തേച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടോ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണേ. ഇനി സ്റ്റൗ ഒന്ന് കത്തിക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ല ചൂടായേ. ഞാൻ തീ കുറച്ച് എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തേക്കേ. എണ്ണ തേച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, ഇങ്ങനെ ഉരുട്ടുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക. ഇത് എണ്ണയിലോട്ടിടുക. ഇനി തേച്ച് കൂട്ടി കൊടുക്കാം. തീരെ തോനെയും കൂട്ടി കൊടുക്കരുത്, ഉള്ളിലുള്ള മാവൊക്കെ വേവണ്ടേ. പുറം അങ്ങ് കരിയും ചെയ്യും, പിന്നെ അകം ഉള്ളു വേവാതെ വരെ. അതുകൊണ്ട് അതുപോലെ ഇങ്ങനെ എടുത്ത് എപ്പോഴും കയ്യിൽ ഇത്തിരി ഒന്ന് എണ്ണ ഓയിൽ തേക്കണേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. വീണ്ടും നമുക്കിതുപോലെ ഒത്തിരി അങ്ങ് നിറച്ച് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരെണ്ണവും കൂടി ഇട്ട് കൊടുത്താൽ മതി. കുറേ അങ്ങ് ഇട്ട് കൊടുക്കും. കുറേ ഇട്ട് കൊടുത്താൽ അതിനകത്ത് സ്ഥലം കാണത്തില്ല, ഇങ്ങനെ വീർത്ത് വരെ. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇതെല്ലാം ഒന്ന് റെഡി ആവട്ടെ. നമ്മൾ ആദ്യമൊക്കെ ഇട്ട് കൊടുത്തില്ലേ, നമുക്ക് എടുത്തോണ്ടിരിക്കേ.
തീ ഒന്ന് കുറയ്ക്കട്ടെ. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കയ്യിൽ ഓയിൽ തേക്കുക. ഇടുമ്പോഴൊക്കെ സൂക്ഷിക്കണേ, എണ്ണയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കയ്യിൽ എണ്ണ ഞാൻ ഓയിൽ തടവിയില്ല, കണ്ടോ ഒട്ടുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാൻ തീരെ തീ കുറച്ചിട്ടിരുന്നു. മീഡിയത്തിൽ ഒരല്പം മുമ്പോട്ടിട്ട് കൊടുക്കേ. നമ്മുടെ ഈ ട്രിപ്പിലേതും റെഡിയായേ. ഓക്കെ, ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയാണേ. ഇനി നമുക്കിത് എടുക്കാം. വലിയ പാടൊന്നും ഇല്ലാത്ത പണിയല്ലേ. 45 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. 40-45 മിനിറ്റ് അത്രയേ ഉള്ളൂ. അതുപോലെ ഇനി ഇതുകൂടെ ഇടുമ്പോഴും ഒക്കെ തീ കുറച്ച് വെച്ചേക്കണേ. എണ്ണ അതുപോലെ ഓയിൽ കൈ തേക്കുക. ഞാനൊന്ന് പ്രസ് ചെയ്യുക. ഇടുക. ഈ ഒരു ട്രിപ്പിനുള്ളതേ ഉള്ളേ. ലാസ്റ്റ് ഉണ്ടയും കൂടെ ഇടാം. കയ്യിൽ ഓയിലിൻ്റെ അംശമുണ്ട്.
ഇനി ഒരല്പം തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കേ. നമുക്ക് തിരിച്ചിട്ട് കൂടെ ഇതിൻ്റെ ഈ മറുവശം റെഡിയാക്കി എടുക്കാം. വലിയ സമയമൊന്നും എടുക്കത്തില്ല ഒരു വശം മുരിഞ്ഞ് വരാനൊക്കെ. ഈ വശം കൂടെ ഒന്ന് റെഡി ആവട്ടെ. നമ്മളെ മൂന്നാമത്തെ ട്രിപ്പും റെഡിയായി കഴിഞ്ഞ് ഞാൻ എടുക്കുകയാണ്. തീ കുറയ്ക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഒന്ന് തണുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യേ. കണ്ടില്ലേ, നല്ല സൂപ്പർ സ്നാക്സാണിത്. നല്ല അടിപൊളി. ഇത് കഴിക്കാൻ ഞാൻ കാണിച്ചില്ലായിരുന്നു. പിടിച്ചേ, ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. ആദ്യം എടുത്തതും ഇപ്പോൾ എടുത്തതും എല്ലാം കൂടെ മിക്സായില്ലേ. ഓക്കെ, ഭയങ്കര ചൂടാണ്. ഒന്ന് കാണിക്കാം. ഓക്കെ, സൂപ്പർ. ഒന്ന് തണുക്കണം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അകം നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണേ. ഓക്കെ, ഇതെല്ലാം നല്ല വെന്തേ. ഓക്കെ, എല്ലാം നല്ല വെന്ത്, ഉള്ളെല്ലാം നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട്. കണ്ടോ, എത്ര ടേസ്റ്റാണെന്നറിയാമോ. ഇത് വേണമെങ്കിൽ സോസിൻ്റെ കൂടെയും കഴിക്കാം, ഒന്നും ഇല്ലാതെയും കഴിക്കാം, ചട്നിയുടെ കൂടെയും കഴിക്കാം. ഇതൊരു 4 മണി പലഹാരമായിട്ടും കഴിക്കാം, രാത്രിത്തെ ഡിന്നറായിട്ടും കഴിക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത്രയും ഉണ്ടാക്കി, എത്ര 2 കപ്പ് മാവും 3 കിഴങ്ങും കൂടെ കൊണ്ടേ എന്തുണ്ടാക്കി, അധികം പണിയില്ലാത്ത ഇതല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.